മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പിയടിച്ചതിനെ ഡീബാർ ചെയ്ത SFI നേതാവിന് ഡിഗ്രിക്ക് പുനഃപ്രവേശനം. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ BSc വിദ്യാർത്ഥിയായിരുന്ന MP ആദർശിനാണ് പുനഃപ്രവേശനം ലഭിച്ചത്. കേരള സർവകലാശാല സ്പോട്ട് അഡ്മിഷനിലൂടെ പ്രവേശനം നൽകുകയായിരുന്നു. 2027 വരെ ഡീബാർ ചെയ്ത SFI നേതാവിനെ അതേ കോളേജിൽ വീണ്ടും പ്രവേശനം നൽകിയതിൽ പരാതി ശക്തം. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, സർക്കാരിൻ്റെ SFI നേതൃത്വത്തിൻ്റെ ഇടപെടൽ അത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവേശനത്തിന് കാരണമായി. എത്രത്തോളം വിമർശനമുയർന്നു, പ്രതിഷേധവും എത്രത്തോളം ശക്തമാണ്? MP ആദർശ നിലവിൽ ദേശീയ SFIയുടെ ദേശീയ കമ്മിറ്റി അംഗം കൂടിയാണ്. മൊബൈലിലൂടെ കോപ്പി അടിച്ചതിന് 2017 MP ആദർശിനെ കോളേജിൽ നിന്നും ഡീബാർ ചെയ്തത്. 2027 വരെ ഈ കോളേജിലോ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മറ്റു കോളേജിലോ ആദർശ് പഠിക്കാതിരിക്കണം, അല്ലെങ്കിൽ ആദർശിന് അഡ്മിഷൻ ലഭിക്കരുത് എന്ന നിബന്ധന തുടരുമ്പോഴാണ് ഇത്തരത്തിൽ ആദർശിന് വീണ്ടും കാര്യവട്ടം കോളേജിൽ BSc കോഴ്സിന് അഡ്മിഷൻ നൽകിയിട്ടുള്ളത്. സ്പോർട്സ് കോട്ടയിലാണ് ഇത്തരത്തിൽ BSc കെമിസ്ട്രിക്ക് MP ആദർശിന് അഡ്മിഷൻ നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2027 വരെ ഡീബാർ ചെയ്ത SFI നേതാവാണ് MP ആദർശ് എന്ന് പറയുന്നത്. പ്രായത്തിൽ മുതിർന്ന വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കോളേജുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ SFI KSUയുടെ ഒക്കെ ഭാഗത്തു നിന്നും മുതിർന്ന ആളുകളെ ഇത്തരത്തിൽ ഈ പഠിക്കാനായിട്ട് നിയോഗിക്കുക, അല്ലെങ്കിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കുകയും അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുകയും അവിടെ അക്രമ രാഷ്ട്രീയം വളർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് SFIയുടെ ഭാഗത്ത് നടക്കുന്നത്. അത്തരത്തിലൊരു ഭാഗം തന്നെയാണ് ഇവിടെയും നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ സർവകലാശാലയിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളിലും, സർവകലാശാലയിലെ അക്രമങ്ങളിലും, സർവകലാശാല BScക്ക് നേരെയുള്ള അതിക്രമങ്ങളിലും ഒക്കെ നിയന്ത്രണം നൽകിയതും ആ അതിക്രമങ്ങളെയൊക്കെ നിയന്ത്രിച്ചതും ഈ MP ആദർശാണ്. അതോടൊപ്പം തന്നെ ആ ആദർശിൻ്റെ ഡിഗ്രിയെ പറ്റി പല ഘട്ടങ്ങളിലും ചർച്ചയുണ്ടായിരുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. ഇവിടുത്തെ പ്രതിഷേധം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമം നടത്തുന്ന എത്ര SFI നേതാക്കൾക്ക് ഡിഗ്രി ഉണ്ട് എന്ന ചോദ്യത്തിന് അത്തരത്തിലൊരു ചോദ്യം വരെ ഉന്നയിക്കേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഡിഗ്രി ഇല്ലാത്ത നേതാക്കന്മാർക്ക് ഡിഗ്രി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഡീബാർ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കുറ്റം ചെയ്ത 2027 വരെ ഡീബാർ ചെയ്യപ്പെട്ട MP ആദർശിനാണ് കാര്യവട്ടം കോളേജിൽ ഇത്തരത്തിലൊരു സ്പോട്ട് അഡ്മിഷൻ തരപ്പെടുത്തി കൊടുത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. 2016-2019 കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് BSc വിദ്യാർത്ഥിയായിരുന്നു. SFIയുടെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന MP ആദർശിനെയാണ് അന്നത്തെ കാലത്ത് ഇത്തരത്തിൽ മൊബൈലിലൂടെ കോപ്പി അടിച്ചതിന് കണ്ടുപിടിക്കുകയും ഡീബാർ ചെയ്യപ്പെടുകയും ചെയ്ത് 2027 വരെ ഇത്തരത്തിൽ പരീക്ഷകൾ എഴുതാനോ അല്ലെങ്കിൽ ഈ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠിക്കാനോ അവസരമില്ല എന്നിരിക്കുകയാണ് ഇത്തരത്തിലൊരു വീണ്ടും ഒരു വഴിവിട്ട ഒരു അഡ്മിഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ ശക്തമാവുകയാണ്. എന്തായാലും MP ആദർശിന് സ്പോർട്സ് കോട്ടയിലൂടെ BSc കെമിസ്ട്രി കാര്യവട്ടത്ത് ഈ ഡീബാർ ചെയ്യപ്പെട്ട ഈ SFIയുടെ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള മുൻ SFIയുടെ ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള AP ആദർശിന് അഡ്മിഷൻ നൽകിയിട്ടുള്ളത്. ടിൻഡു ദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.